Good morning to all. Yesterday we discussed about experiment. Experiment is mainly based on the cause and effect relationship among the variables. Today we learn about types of experiment. The types of experiment can be classified into two types: laboratory experiment and field experiment. First one is laboratory experiment. Laboratory experiment means in this case situation created for a specific purpose. In this case, situation created for a specific purpose is called as a laboratory experiment. Laboratory experiment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ഇൻ എ സിറ്റുവേഷൻ ക്രിയേറ്റഡ് സ്പെസിഫിക്കലി ഫോർ ദാറ്റ് പർപ്പസ്. അതായത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ പറയുന്നതാണ് laboratory experiment എന്ന്. This method is used in physical as well as social science research. It helps to yield scientific or specific result. അതായത് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ റിസർച്ചിലാണ് നമ്മൾ മെയിനായിട്ട് ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് റിസൾട്ട് ആയിരിക്കും. അതായത് കറക്റ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ് വഴി കിട്ടുന്നത്. അതായത് ഇപ്പോൾ ലാബോറട്ടറി മീൻസ് നമ്മൾ ഇപ്പോൾ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തില്ലേ, ആ ലാബ് ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യം, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണം, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണം. നമ്മൾ എന്താ ചെയ്യുക? ലാബിൽ പോയി നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗ്രൂപ്പ് ഏതാണെന്നുള്ളത്. അതാണ് പറയുന്നത് ലാബോറട്ടറി എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറക്റ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ് വഴി കിട്ടുന്നത്. അതിനെ പറയുന്നതാണ് ലാബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് തിയറി ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ പ്രാക്ടിക്കൽ സോഷ്യൽ പ്രോബ്ലംസ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെ പറയുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന്. ഇത് നമുക്ക് എന്തിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയറീസ് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ പ്രോബ്ലത്തിന് ഒരു ഫൈൻഡിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ സയൻസ് ഒരു സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ആ ഫീൽഡിനെ സെലക്ട് ചെയ്യും. ആ ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അതായത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. അതാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് മെയിൻലി കണ്ടക്റ്റഡ് ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് മെയിൻലി suitable for testing theories and finding solution to the practical problems. These are the two types of experiment. Next we move on types of experimental design. The types of experimental design may be conducted on group or individuals. Types of experimental design നമ്മൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വഴിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വഴിയാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിംഗിൾ വാരിയബിൾ ഡിസൈനും അതേപോലെ തന്നെ ഫാക്ടോറിയൽ ഡിസൈനും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ക്യാൻ ബി ഇൻ എ ഡിഫറെൻറ്റ് ഫോം. ദാറ്റ് മീൻസ് സിംഗിൾ വാരിയബിൾ ഡിസൈൻ ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻ. If there is only one dependent variable that can be manipulated, the single variable design is used. That means ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിംഗിൾ വാരിയബിൾ ഡിസൈൻ. I will repeat, group experimental design can be classified into two types: single variable design and factorial design. Then we discussed about single variable design. In this case, one independent variable that can be manipulated, then it is a single variable design. അപ്പോൾ സിംഗിൾ അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗിൾ വാരിയബിൾ ഡിസൈൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഫാക്ടോറിയൽ ഡിസൈൻ. ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിളിൽ നമ്മൾ പറഞ്ഞു വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന്. അപ്പോൾ ഫാക്ടോറിയൽ എന്തായിരിക്കും? രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പോൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പോൾ സിംഗിളിൽ പറയുന്നത് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്നും പറയാം.
ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ വേരിയബിൾ ഡിസൈൻ. വീണ്ടും നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. In pre-experimental, either a single group or multiple group are observed subsequent to the some agent or treatment pursued to cause change. അതായത് ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള റിസർച്ച് ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഗ്രൂപ്പിന് ഒരു ഏജൻറ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സൺസിന് നമ്മൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അതിനെ പറയുന്നതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ എന്നുള്ളൊരു വൈറസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുക. ഒരു സിംഗിൾ ഗ്രൂപ്പിനെ നോക്കാം. അതായത് വേണമെങ്കിൽ ഒരു വീട്ടിലുള്ള ആൾക്കാർ നോക്കാം. വീട്ടിലെ ഉള്ള അംഗങ്ങൾക്ക് കൊറോണ ഉണ്ട്, ഒരാൾക്ക് അവിടെ കൊറോണ വന്നു, ആ വീട്ടിലുള്ള അംഗങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സോണിലുള്ളത് ഇപ്പോൾ ഇന്ന വാർഡിലുള്ള ആൾക്കാരെ നോക്കാം, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. അതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നില്ലെങ്കിൽ ഒരു സിംഗിൾ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുക ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏജൻറ്റിനെ വെച്ചിട്ട്. അതിനെ പറയുന്നതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നെക്സ്റ്റ് പറയുന്നതാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്താണ്? കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത്. ഇൻ ദിസ് ക്രൈറ്റീരിയ മസ്റ്റ് ബി മെറ്റ് ഇൻ ഓർഡർ ഓഫ് എക്സ്പെരിമെൻറ്റ് ടു ബി ഡിറ്റർമൈൻഡ് ഇൻ എ ട്രൂ എക്സ്പെരിമെൻറ്റ് അറ്റ്ലീസ്റ്റ് 1 എക്സ്പെരിമെൻറ്റ് ആൻഡ് 1 കൺട്രോൾ ഗ്രൂപ്പ്. അതായത് ഇതിൻ്റെ അകത്ത് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈന് നമ്മൾ മെയിനായിട്ട് 3 ക്രൈറ്റീരിയാസാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. അതാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് മെയിൻലി ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 3 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്തിൻ്റെ ബേസിസിൽ? നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ എന്തെങ്കിലും 3 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ നോക്കുക അറ്റ്ലീസ്റ്റ് 1 എക്സ്പെരിമെൻ്റ് ആൻഡ് ഒരു 1 കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 3 ക്രൈറ്റീരിയ ആണ് നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ആസ് എ റിസൾട്ട് നമുക്ക് എന്താ നോക്കേണ്ടത്? അതിൻ്റെ അകത്ത് ഒരു എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ നോക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ് തേർഡ് പോയിൻ്റാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are using constructions that already existing in the real world. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിലുള്ള കൺസ്ട്രക്ഷൻസ് എങ്ങനെയാണ്, കൺസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എക്സ്പെരിമെൻറ്റ് നടത്താമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. there are using constructions that already existing in the real world. നമ്മുടെ റിയൽ വേൾഡിലുള്ള കൺസ്ട്രക്ട്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. It is an empirical intervention study used to estimate the cause impact on the inventions on a targeted population without random assignment. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് എന്താണ് നമ്മുടെ ടാർഗറ്റഡ് പോപ്പുലേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാഷ്വൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ നമ്മൾ നോക്കുന്നത്. നോർമലി നമ്മൾ നമ്മൾ റാൻഡം ബേസിസിലായിരിക്കും നോക്കുക. അതായത് 1, 2, 3 ബേസിസോ അല്ലെങ്കിൽ ABC ബേസിസോ ആയിരിക്കും നമ്മൾ നോക്കാം. ഇൻ കേസ് ഓഫ് ക്വാസി എക്സ്പെരിമെൻറ്റിൽ നമ്മൾ റാൻഡം അസൈൻമെൻറ്റ് വഴിയായിരിക്കില്ല നോക്കാം. നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യാം. അപ്പോൾ ക്വാസി എക്സ്പെരിമെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is using constructions that already existing in the real world. നെക്സ്റ്റ് നമുക്ക് പറയാം it is an empirical intervention study used to estimate the causal impact on interventions on a targeted population with random assignment. അപ്പോൾ ഇതാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്സ്
റിസർച്ചിലുള്ള വാരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാരിയബിൾസ് ഇൻ റിസർച്ച് എന്നാണ് നോക്കേണ്ടത്. വാരിയബിൾസ് ഇൻ റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 types, dependent variable and independent variable. What is dependent variable? The one variable is depends upon a other variable is called dependent variable. Next, independent variable means there is a no direct relationship between dependent variables. That is called independent variables. I will repeat, independent variables are those variables which are depends upon a other variables is called dependent variables. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന്. നെക്സ്റ്റ് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പറയാം. ഇറ്റ് ഈസ് ദ പ്രൈമറി ഇൻട്രസ്റ്റ് ടു ദ റിസർച്ച്. അതായത് ഒരു റിസർച്ചിൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും റിസർച്ചിൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പറയുന്ന വേറൊരു പേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് റിസർച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വാരിയബിൾസ് അല്ലെങ്കിൽ വാരിയബിൾസ് ഇൻ റിസർച്ച് മെയിനായിട്ട് 2 types ആണ്, ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് കാറ്റഗറീസ് വരുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡറേറ്റിംഗ് വേരിയബിൾസ്, ഇൻ്റർവെയിനിങ് വേരിയബിൾസ് ആൻഡ് എക്സ്ട്രാനിയസ് വേരിയബിൾസ്. അപ്പോൾ മെയിൻലി വരുന്നത് 2 typesഉം അതേപോലെ തന്നെ അതിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർച്ചിൽ വരുന്ന വേരിയബിൾസിൽ വരുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾസ്. മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് വേരിയബിൾ ആണ്. മോഡറേറ്റിംഗ് വേരിയബിൾ ഈസ് ദ തേർഡ് വേരിയബിൾ. ഇറ്റ് മോഡിഫൈ ഓർ അഫക്റ്റ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മോഡിഫൈ ചെയ്യുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മോഡറേറ്റിംഗ് വേരിയബിൾ ഇറ്റ് മേ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ നമുക്ക് ഇത് പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാം മോഡറേറ്റിംഗ് വേരിയബിൾസ് വിച്ച് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പാണ് മോഡറേറ്റിംഗ് വേരിയബിൾസിൽ മെയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ തേർഡ് വേരിയബിൾ ഇൻ റിസർച്ച് പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാം ഇറ്റ് മോഡിഫൈ ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് പറയാം ഇറ്റ് മേ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് പറയുന്നതാണ് ഇൻ്റർവെയിനിങ് വേരിയബിൾസ്. ഇൻ്റർവെയിനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ കോസ്റ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ അതർ വേരിയബിൾസ്. ഇൻ്റർവെയിനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾസ് ആണ്. ഇത് മെയിൻലി യൂസ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ വേരിയബിൾസ് ആയിട്ടുള്ള കോസ്റ്റ് ലിങ്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇൻ്റർവെയിനിങ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതായത് അതർ വേരിയബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇൻ്റർവെയിനിങ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ഇറ്റ് കാനോട്ട് ബി ഒബ്സർവ്ഡ് ഇൻ എ എക്സ്പെരിമെൻറ്റ്. ഇത് നമുക്ക് എക്സ്പെരിമെൻറ്റ് വഴി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് പറയും ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ വേരിയബിൾസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ലിങ്ക് ബിറ്റ്വീൻ അതർ വേരിയബിൾസ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് കാനോട്ട് ബി ഒബ്സർവ്ഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതാണ് ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാനിയസ് വേരിയബിൾ ദീസ് ആർ എനി വേരിയബിൾസ് ദാറ്റ് യു ആർ നോട്ട് ഇൻ്റർവെയിനിങ് സ്റ്റഡി ഇൻ യുവർ എക്സ്പെരിമെൻറ്റ് ഓർ ടെസ്റ്റ്. അതായത് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻ്റായിട്ട് യാതൊരുവിധ ബന്ധവും ഇതിനുണ്ടായിരിക്കില്ല. അതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ്ട്രാനിയസ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് ദാറ്റ് യു ആർ നോട്ട് ഇൻ്റർവെൻഷലി സ്റ്റഡിങ് യുവർ എക്സ്പെരിമെൻറ്റ് ഓർ ടെസ്റ്റ്. അതായത് നമ്മുടെ ടെസ്റ്റായിട്ടോ എക്സ്പെരിമെൻ്റായിട്ടോ ഡയറക്റ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പും ഈ എക്സ്ട്രാനിയസ് വേരിയബിളിന് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമുക്ക് പറയാം വെൻ യു റൺ എ എക്സ്പെരിമെൻറ്റ് ലുക്കിംഗ് ടു സീ ഇഫ് ദ വേരിയബിൾ ഹാസ് നോട്ട് എഫക്ട് അനദർ വേരിയബിൾ. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ലുക്ക് ചെയ്യാം എന്താണ് ആ വേരിയബിൾ എങ്ങനെ ഒരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ലുക്ക് ചെയ്യാനായിട്ട് പറ്റും, അതായത് നോക്കാനായിട്ട് പറ്റും. അതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ പറയുന്നത്. ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിളിനെ പറയുന്നതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന്.
ഇപ്പോൾ എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ എനി വേരിയബിൾസ് യു ആർ നോട്ട് ഇൻറ്റൻഷനലി സ്റ്റഡിങ് യുവർ എക്സ്പെരിമെൻറ്റ് ഓർ ടെസ്റ്റ്. അതേപോലെ തന്നെ പറയാം, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു വേരിയബിൾ മറ്റുള്ള വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെ പറയുന്നതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ തേർഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ് ഈ എക്സ്ട്രാനിയസ് വേരിയബിൾ വഴി. അപ്പം നമ്മൾ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പറഞ്ഞത് എന്തൊക്കെയാണ്, റിസർച്ച് ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ് ഡെഫിനിഷനും ഫീച്ചേഴ്സും ഒക്കെ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ റിസർച്ച് ഡിസൈനിൽ വരുന്ന എസെൻഷ്യൽ കൺസെപ്റ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ്റെ സ്റ്റേജസ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആ 12 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾസോ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് ഓരോ ടൈപ്സ് നമുക്ക് എടുത്തു ചോദിക്കാൻ പറ്റാവുന്ന ഇതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഓരോ ടൈപ്സ് നിങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, വാരിയബിൾസ് ഇൻ റിസർച്ചും ഓരോ പോയിൻ്റായിട്ട് എടുത്തു ചോദിക്കാനായിട്ട് പറ്റുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് മോഡ്യൂളിലെ തേർഡ് ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് ചാപ്റ്റർ സ്കെയിലിംഗ് ആണ്. അപ്പോൾ നമുക്ക് നാളെ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.